കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. കാത്തിരിക്കുക അതൊരു പ്രതീക്ഷയുടെ ആവേശകരമായ പ്രയാണമാണ്. പല രീതിയിലുള്ള കാത്തിരിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആശങ്കകളോടെ കാത്തിരിക്കുന്നതുണ്ട്, സന്തോഷത്തോടെ കാത്തിരിക്കുന്നതുണ്ട്. എന്നാൽ ഇവിടെ കാത്തിരിപ്പ് വളരെ വ്യക്തമാണ്. ദൈവാത്മാവിൻ്റെ ശക്തിക്കായി, പ്രചോദനത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ നിന്നുള്ള വേർപാടിൽ അവസാനമായിട്ട് അവൻ സംസാരിച്ച വാചകം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും എൻ്റെ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. 9-ാം വാക്യത്തിൽ, ഇത് 8-ാം വാക്യമാണ്. 9-ാം വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് അവൻ അവരെ വിട്ട് ആരോഹണം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം, സുവിശേഷം സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയ ആളെന്ന് അവകാശപ്പെടുന്നത് ലൂക്കോസ് ആണ്. ലൂക്കോസിന്റെ ക്രമീകരണം അനുസരിച്ച് യേശു അവസാനമായി സംസാരിച്ച വാചകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നുള്ളതാണ്. തുടർന്ന് അതിന് മുൻപുള്ളതായ ഭാഗങ്ങളിൽ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴും നിങ്ങൾ നഗരത്തിൽ തന്നെ പാർപ്പീരെന്ന് പറയുന്നു. അങ്ങനെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാര് സെഹിയോൻ മാളികയിലെ കാത്തിരിക്കുക. ഈ സെഹിയോൻ മാളിക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്, ഒരു അത്ഭുത പ്രതിഭാസമാണ്. നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് സെഹിയോൻ മാളിക എന്നുള്ള വാക്ക്. എന്നാൽ അങ്ങനെ ഒരു വാക്ക് വേദപുസ്തകത്തിലില്ല. അതിന് പറയുന്ന മറ്റൊരു പേര് മർക്കോസിന്റെ മാളിക എന്നാണ്. അങ്ങനെയും വേദപുസ്തകത്തിൽ ഒരു വാക്കില്ല. അതേക്കുറിച്ചുള്ള ഏകധാരണ പുതിയ നിയമത്തിലുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: പത്രോസ് ശ്ലീഹ കാരാഗൃഹത്തിൽ നിന്നിറങ്ങി നേരെ ചെല്ലുന്നത് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിലേക്കാണ്. മർക്കോസ് എന്ന പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിലേക്ക്. അപ്പം ഈ വീടിന് മറിയയുടെ വീടെന്ന് പറയാം, യോഹന്നാന്റെ വീടെന്ന് പറയാം, മർക്കോസിന്റെ വീട് എന്ന് പറയാം. യെരൂശലേമിൽ ആദിമ സഭയുടെ ആരാധനാലയമായി രൂപപ്പെട്ടത് ഈ വീടാണ്, മറിയയുടെ ഈ ഭവനമാണ്. മറിയയുടെ ഭവനത്തിന്റെ തുടക്കം എവിടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നിനക്ക് എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിൽ കടന്ന് അവനോട് എവിടെ ഒരുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരും എന്ന് പറയും. അവിടെയാണ് പെസഹ ഒരുങ്ങുന്നത്. അവിടെ പെസഹ ഒരുങ്ങി അതിനുശേഷം ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർ മടങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നതും ഈ ഭവനത്തിലാണ്. പെസഹ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട അതേ ഇടത്താണ് ശിഷ്യന്മാര് 10 ദിവസം കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പിന് ശേഷം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങുകയും അവർ വിവിധ ഭാഷ വരങ്ങളുള്ളവരായി തീരുകയൊക്കെ ചെയ്യുന്ന സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ പ്രതിപാദിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ നമുക്കത് സുപരിചിതമാണ്. അതിനുശേഷം ശിഷ്യന്മാർ നാനാഭാഗത്തേക്കും ചിതറിപ്പോവുകയാണ്. അവർ തിരുവചനം സംസാരിക്കുവാൻ എല്ലാം ചിതറിപ്പോകുമ്പോൾ ശിഷ്യന്മാർ യെരൂശലേം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അവിടെയാണ് പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് എത്തിയതായിട്ട് വേദപുസ്തകത്തിന്റെ വിവരണം. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന സെഹിയോൻ മാളിക മർക്കോസിന്റെ മാളികയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മറിയയുടെ വീടാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം, സെഹിയോൻ മാളികയിൽ അല്ലെങ്കിൽ ഈ മറിയയുടെ ഭവനത്തിൽ യേശു പെസഹ കഴിക്കാനുള്ള സാഹചര്യം എന്താണ്? യെരൂശലേം ദേവാലയത്തിലാണ് ക്രിസ്തു പെസഹ കഴിക്കേണ്ടിയിരുന്നത്. അവിടെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ യെരൂശലേം ദേവാലയം പ്രാർത്ഥനാലയം എന്നുള്ളതിൽ നിന്ന് മാറി
കള്ളന്മാരുടെ ഗുഹയായി തീർന്നപ്പോ അവിടെ നിന്ന് താഴേക്കിറങ്ങി മറിയയുടെ എളിയ ഭവനം യെരൂശലേം ദേവാലയത്തിന് പകരം സംവിധാനമായി യെരൂശലേം ദേവാലയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ കാലഹരണപ്പെട്ട ആത്മീയതയാക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയ ആരാധനാ സംവിധാനം രൂപപ്പെടുന്നത് മറിയയുടെ ഭവനത്തിലാണ്. അതുകൊണ്ട് ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭവനമാണ് മറിയയുടെ ഭവനം എന്നുള്ളത് ഞാൻ ഓർത്തു പോവുകയാണ്. മറിയയുടെ ഭവനത്തിന് പ്രത്യേകിച്ച് മറ്റൊരു വൈശിഷ്ട്യമൊന്നും പറയാനില്ല. മറിയയുടെ ഭവനത്തിന്റെ ഏക പ്രത്യേകത ക്രിസ്തുവിന് വേണ്ടി എപ്പോഴും തുറക്കപ്പെട്ടിരുന്ന ഭവനമാണ്. ക്രിസ്തുവിന് സർവ്വ സ്വാതന്ത്ര്യമുള്ള ഭവനം, ഏതു സമയത്തും കയറി ചെല്ലാവുന്ന. അത് 2-3 അർത്ഥത്തിൽ. അവൻ വിരിച്ചൊരുക്കിയ മാളിക കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ എവർ റെഡിയാണ്, എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഭവനമാണ്. തിരിച്ച് ശിഷ്യന്മാർ കാത്തിരിക്കാൻ തിരഞ്ഞെടുക്കുന്നതും ആ ഭവനമാകുമ്പോ അവിടെ യാതൊരു വൈമനസ്യവും ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രാർത്ഥനാ സംവിധാനത്തിന്, ആരാധനാ രീതികൾക്കൊന്നും യാതൊരു തടസ്സവും മറിയയുടെ ഭവനത്തിനില്ല. മൂന്നാമത്, പത്രോസ് കാരാഗ്രഹത്തിലാകുമ്പോഴും സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഈ ഭവനത്തിൽ കൂടിയിരുന്നിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ്, അതായത് മറിയയുടെ ഭവനം അല്ലെങ്കിൽ മർക്കോസിന്റെ ഭവനം എന്നുള്ള ആ ഒരു വെളിപ്പാടിൽ നിന്നാണ്, വിവരണത്തിൽ നിന്നാണ് സെഹിയോൻ മാളികയിലേക്കും പെസഹായുടെയും കാത്തിരിപ്പിന്റെയും ഒക്കെ ദിനങ്ങളുടെ അനുഭവം നിറവേറ്റപ്പെട്ടത് ഈ ഭവനത്തിലാണ് എന്ന് പറയാൻ കാരണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മറിയയുടെ ഭവനത്തിന്റെ പ്രത്യേകത യെരൂശലേം ദേവാലയത്തിന് പകരം മറിയയുടെ ഭവനം നിലകൊള്ളുകയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടേണ്ട സ്ഥലം മറിയയുടെ ഭവനമല്ല, യെരൂശലേം ദേവാലയമാണ്. പക്ഷെ അവിടെ മറിയയുടെ ഭവനത്തിലാണത് സ്ഥാപിതമായത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരേണ്ട സ്ഥലം യെരൂശലേം ദേവാലയമാണ്. കാരണം ദൈവം പറഞ്ഞ അളവിനനുസരിച്ച് ദൈവം നിയോഗിച്ച ശലോമോൻ തന്റെ മഹാജ്ഞാനത്തിലൂടെ പടുത്തുയർത്തിയ യെരൂശലേം ദേവാലയത്തിലാണ് ആയിരിക്കണം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങേണ്ടത്. പഴയ നിയമ പ്രവചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് യെരൂശലേം ദേവാലയത്തിൽ ഇറങ്ങാതെ മറിയയുടെ വീട്ടിലിറങ്ങി. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ ദൈവത്തിന്റെ ആരാധനയ്ക്കും ദൈവിക വിചാരങ്ങൾക്കുമായി നമ്മളെ തുറന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടമാടും എന്നുള്ളത് അച്ഛനാമുഖമായിട്ട് അതേക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിൽ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ബാറക്കുമോർ കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി, പ്രത്യേകാൽ ഇന്ന് നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ നാളുകൾ ഞങ്ങളെ നീ കരുതിയ, കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയ, ഞങ്ങളുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും അനുഗ്രഹിച്ച് നിലനിർത്തിയ, വീഴുവാൻ തള്ളാതെയും നിലംപരിഞ്ഞാകുവാൻ സമ്മതിക്കാതെയും നിന്റെ കയ്യിൽ ഞങ്ങളെ വഹിച്ച നിന്റെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾ നിന്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുക. കാത്തിരിപ്പിന്റെ ദിനങ്ങൾ കർത്താവേ, ശിഷ്യന്മാർ, ആദിമസഭ 120 പേര് വരുന്ന വലിയ സംഘം ആ കൊച്ചു ഭവനത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നത് പോലെ, അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ആവസിക്കുന്നത് അവർ കണ്ടതുപോലെ, നാഥ, ഈ നാളുകളിൽ നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കുക. പരിശുദ്ധ മാമോദീസായിലൂടെ പ്രാപിച്ച ദൈവീക ചൈതന്യമാകുന്ന ആത്മശക്തി ഞങ്ങൾ പുതുക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നിന്റെ ആത്മാവ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പരിമിതികളിലേക്ക് നിന്റെ ആത്മാവ് കടന്നു വരണമേ. ഞങ്ങൾ എത്രയോ അശക്തരാകുന്നു. വെറും മുക്കുവന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ എല്ലാറ്റിനെയും അതിജീവിക്കുവാൻ കരുത്തുള്ളവരായി തീർന്നതുപോലെ ഞങ്ങളുടെ പരിമിതമായ ജീവിതത്തിലേക്ക് ആത്മകൃപ ഇറങ്ങി വരണമേ.
ശലോമോൻ മുട്ടുകുത്തിക്കൊണ്ട് ഈ ജനത്തെ നയിപ്പാനുള്ള ശേഷി എനിക്കില്ല എന്ന് തിരുസന്നിധിയിൽ സങ്കടപൂർവം കരഞ്ഞപ്പോൾ അവനിലേക്ക് മഹാജ്ഞാനത്തെ പകർന്നതുപോലെ ഞങ്ങളിലേക്ക് നിന്റെ ആത്മദാനത്തെ പകർന്നു തരണമേ. ദൈവമേ, എലിയാവിന്റെ കൂടെ യാത്ര ചെയ്ത് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ എനിക്ക് വേണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ട എലീസായിലേക്ക് പകർന്നു നൽകപ്പെട്ട ആത്മശക്തി ഞങ്ങളിലേക്ക് തരണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ പരിശുദ്ധനാകുന്നുവെന്ന് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യക മറിയാമിനോട് അരുളി ചെയ്ത് പകർന്നു നൽകിയ നിന്റെ പരിശുദ്ധാത്മശക്തിയെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചിന്തകളെ നിന്റെ ആത്മാവ് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ സംസാരത്തെ നിന്റെ ആത്മാവ് നയിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിന്റെ ആത്മാവ് നടത്തണമേ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്ന് അരുളിയ ദൈവമേ, പാപബോധത്തോടെ നിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഞങ്ങളുടെ യൗവനങ്ങളിലേക്ക്, ഞങ്ങളുടെ വാർദ്ധക്യങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധാത്മ കൃപ വരണമേ. യോവേൽ പ്രവാചകൻ അരുളി യഹോവയുടെ വാക്ക് ഞങ്ങളോട് അറിയിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അങ്ങനെ വാർദ്ധക്യങ്ങളിലും യൗവനങ്ങളിലും പൈതങ്ങളിലും ഒരുപോലെ ആത്മകൃപ വർഷിക്കണമേ. കുറവുള്ള അടിയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിന്റെ വലിയ നാമ മഹത്വപ്പെടണമേ. ഈ ശുശ്രൂഷ തിരുനാമ മഹത്വത്തിലാകണമേ. അടിയന്റെ പരിമിതികളോട് കൂടെ നിന്റെ പരിശുദ്ധാത്മാവിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത ഞങ്ങളുടെ ജീവിതത്തിന് ഇന്നെന്ന പോലെ എന്നും ബലവും ശക്തിയും ആയി ഭവിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ാം വാക്യം. ദൈവത്തിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. പശ്ചാത്തലം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ 7 ശമ്മാസന്മാരെ തെരഞ്ഞെടുക്കുക. ശമ്മാസന്മാരെ തെരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ ഒരു തർക്കം ഉണ്ടായി. നമുക്കറിയാം, പള്ളികളിലെല്ലാം എന്തുണ്ട്? തർക്കമുണ്ട്. തർക്കമില്ലെങ്കിൽ മനുഷ്യർ കൂടുന്നിടത്ത് തർക്കമുണ്ടാവുക സ്വാഭാവികമാണ്. നമ്മൾ പള്ളികളിലേക്ക് നോക്കിയിട്ട് പറയും അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് കഴിവ്. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവം വിവേകം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. വേദപുസ്തകത്തിൽ എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഉറപ്പ്, നീ പോകുന്നത് പ്രതിസന്ധികളിലേക്കാണ്, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള. നമ്മൾ ദൈവാശ്രയത്തിന്റെ വഴി വിട്ടിട്ട് മാനുഷികമായി ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാവുന്നത്, പ്രശ്നങ്ങൾ നമ്മുടെ ഒരു ഭാരമായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പ്രശ്നം എന്താണ്? അവിടെ അപ്പം വിതരണം ചെയ്യുന്ന ഒരു തർക്കമായിട്ട് മാറുകയാണ്. ഞാനിത് ഈ ഭാഗം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്ന് പരിചയപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തയിൽ ചില ചിതറിയ ആലോചനകൾക്ക് വേണ്ടി മാത്രം വെക്കുക. അവിടെ തർക്കമുണ്ടായപ്പോ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ നേർച്ച വിളമ്പാൻ നിന്നാ പോരാ. നമുക്കറിയാം, നേർച്ച വിളമ്പുന്നത് അനുഗ്രഹത്തിന്റെ അപ്പമാണെങ്കിലും സൂക്ഷിച്ചു വിളമ്പിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പുതുപ്പള്ളിക്കാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നേർച്ച വിളമ്പ് ഇവിടെ ഈ ദേവാലയത്തെ സംബന്ധിച്ച് വലിയൊരു സംവിധാനം തന്നെയാണ്, വളരെ സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന പോരായ്മകൾ നികത്തിയാണ് നമ്മള് പുതിയ വർഷത്തിലേക്ക് കടന്നു വരുന്നത്. പുതിയ വർഷം, പുതിയ സംവിധാനങ്ങൾ, കഴിഞ്ഞ വർഷത്തെ വീഴ്ചകൾ ഉണ്ടാവരുതെന്നുള്ള ചിന്തയിൽ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഈ നേർച്ച വിളമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ നിങ്ങൾ പഴിക്കരുത്. ഞങ്ങളുടെ പണി സുവിശേഷമാണ്, ഞങ്ങളുടെ പണി ദൈവവചനമാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ദൈവിക ശുശ്രൂഷകന്മാർ സുവിശേഷം വിട്ടിട്ട് നേർച്ച വിളമ്പിന്റെ പണിക്ക് പോയാൽ അത് സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കും. സുവിശേഷമാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നേർച്ച വിളമ്പാനും മേശയിങ്കലെ എന്നാ അവര് പറയുക, മേശയിങ്കലെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ചില ആളുകളെ തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവര്, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം അവർ തീരുമാനിച്ചു, 7 പേരെ എടുക്കാം.
7 പേരെ തിരഞ്ഞെടുക്കുക. നമ്മള് സാധാരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ പൊതുയോഗത്തിൽ അംഗങ്ങളാകണമെങ്കിൽ കുമ്പസാരിക്കണം, കുടിശ്ശിക തീർക്കണോ എന്നൊക്കെയാണെങ്കിൽ അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ നിബന്ധന എന്താണെന്നറിയാമോ? വിശ്വാസവും പരിശുദ്ധാത്മാവുമുള്ള 7 പുരുഷന്മാർ. നമുക്കിന്നൊരിക്കലും സഭയിലോ പള്ളിയിലോ നടത്താനൊക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം നമുക്ക് ആർക്കും പിടികിട്ടുന്നില്ല ആരാണ് വിശ്വാസമുള്ളവര്, ആരാണ് പരിശുദ്ധാത്മാവുള്ളവര്. ഞങ്ങളെയൊക്കെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ കുറെ പരിശീലനം തന്ന്, കുറെ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തി, കുറെ നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വിശ്വാസവും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ഈ പട്ടത്വ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ കൂദാശ കഴിയുമ്പോൾ അത് ലഭ്യമാകുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങളെ ഈ ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വിശ്വാസവും പരിശുദ്ധാത്മാവും ഉള്ള ആളുകളായിരിക്കണം. നിങ്ങൾ ആലോചിക്കും, നേർച്ച വിളമ്പാൻ എന്തിനാണ് വിശ്വാസം? നേർച്ച വിളമ്പാൻ എന്തിനാണ് പരിശുദ്ധാത്മാവ്? ദേവാലയത്തോടനുബന്ധിച്ച്, സഭയോടനുബന്ധിച്ച് വെറും നേർച്ച, കർത്തൃമേശയല്ല, വിശുദ്ധ കുർബാനയല്ല, മറിച്ച് ദേവാലയത്തിലെ ആരാധനയ്ക്ക് ശേഷം പുറത്ത് സ്നേഹവിരുന്ന്. നമ്മളിപ്പം പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ഇത് ഈ ധ്യാനം കഴിഞ്ഞ് കഞ്ഞിയുണ്ടോ? അല്ലേ, ഉണ്ടോ? ഈ കഞ്ഞി വിളമ്പുന്നതിന്റെ കാര്യം ഇന്ന് കഞ്ഞി വിളമ്പുന്നവരാരും ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഇട്ടേച്ചു പോകണ്ട. ഈ ദേവാലയത്തിന് പുറത്ത് ഭക്ഷണം വിളമ്പാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ യോഗ്യത അന്നത്തെ കാലത്ത് അവർ വിശ്വാസമുള്ളവരായിരിക്കണം, പരിശുദ്ധാത്മാവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതായത് സഭാബന്ധിതമായി അകത്തും പുറത്തും എന്ത് സേവനം ചെയ്യണമെങ്കിലും 2 കാര്യം വേണം. ഒന്ന്, അവൻ വിശ്വാസിയായിരിക്കണം, 2, അവൻ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത് പൊതുയോഗത്തിൽ സംബന്ധിപ്പാനുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് വെച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ആരാണ് കുമ്പസാരിക്കുക? ഒരു വിശ്വാസിയാണ് വിശുദ്ധ കുമ്പസാരത്തിന് വരികയുള്ളൂ. അത് പൊതുയോഗം കണ്ടുകൊണ്ടല്ല. ഇന്ന് പൊതുയോഗം കണ്ടുകൊണ്ട് കുമ്പസാരിക്കുന്ന രീതി നമ്മുടെ പല പള്ളികളിലും ഉണ്ട്. എന്നാൽ ഒരു വിശ്വാസി സാധാരണ അനുഷ്ഠിക്കേണ്ട, സഭാബന്ധത്തിൽ നിർവഹിക്കേണ്ട കൂദാശകൾ നിർവഹിക്കുന്നയാളാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് വിശുദ്ധ കുമ്പസാരം ഒരു ക്രൈറ്റീരിയ ആക്കി വെച്ചത്. അപ്പോ ഒരാള് കുമ്പസാരം നടത്തും, അതിനുശേഷം അയാൾ എന്ത് ചെയ്യും? അനുതാപത്തോടെ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അപ്പൊ 2 കാര്യങ്ങളായി. ഒന്ന്, അവൻ വിശ്വാസിയാണ്, 2, അവൻ പരിശുദ്ധാത്മാവുള്ള. ആരാധനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാളിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒരു തരത്തിലും സാധ്യമല്ല. അപ്പോ മാമോദീസ ഏറ്റ ആൾ കൂടിയാകുമ്പോ യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോ നമ്മൾ ഇന്ന് ദേവാലയത്തിലും ഏർപ്പെടുത്തുന്ന ആളുകൾ ഇങ്ങനെ തന്നെയാണ്, വിശ്വാസവും പരിശുദ്ധാത്മാവും ഉള്ള ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 7 പേരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമത്തെ ആള് സ്തേഫാനോസാണ്. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഒന്നാമത് പേര് പറയുന്നത് സ്തേഫാനോസിന്റെയാ. അതുകൊണ്ട് തന്നെ 4-ാമത്തെ തുബ്ദേനിൽ നമ്മൾ സ്തേഫാനോസിനെ ഓർക്കുന്നത് ശെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാര് മുമ്പനുമായ സ്തേഫാനോസ് എന്നാണ്. ശെമ്മാശന്മാര് പ്രധാനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ ആത്മനിറവ്, അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ദൈവദത്തമായ സ്നേഹം, ഇതിലൊക്കെയാണ് ശെമ്മാശന്മാര് പ്രധാനിയാകുന്നത്. സഹദേന്മാര് മുമ്പൻ എന്ന് പറയാൻ കാരണം ആദിമസഭയിലെ 1-ാമത്തെ രക്തസാക്ഷി സ്തേഫാനോസ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹദേന്മാര് മുമ്പൻ എന്ന് പറയും. വളരെ ശ്രദ്ധേയമാണ്. ഇത് രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. നമുക്കൊക്കെ പ്രധാനികളാകണമെന്ന് ആഗ്രഹമുണ്ട്. ശെമ്മാശന്മാര് പ്രധാനി ആകണമെങ്കിൽ ആ കൂട്ടത്തിൽ സഹദേന്മാരിൽ മുമ്പനും വേദന സഹിക്കുന്ന, കഷ്ടതകൾ ഏറ്റുവാങ്ങുവാൻ, ദുരിതങ്ങൾ വരിക്കുവാൻ, നമ്മൾ 5-ാം തുബ്ദനിൽ പറയുന്ന ദൈവത്തെ ധരിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് പോലെ അത് സ്വീകരിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ മാത്രമേ പ്രധാനിയാകാവൂ എന്നുള്ളതും അവിടെ വിവക്ഷിക്കപ്പെടുന്നുണ്ട്. സ്തേഫാനോസിനെ 6-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കുന്നു. ഈ 7 പേരെ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ ഒരു പ്രസംഗമാണ്, ഉജ്ജ്വല പ്രസംഗമാണ്. സത്യത്തിൽ ഒരു പ്രസംഗകനെ സംബന്ധിച്ച് അതൊന്ന് പഠിച്ചാൽ വളരെ ആവേശം തോന്നും. ഒരു ചരിത്രം, എ ലോങ് ഹിസ്റ്ററി ഒരൊറ്റ അധ്യായത്തിൽ അവതരിപ്പിക്കുകയാണ് സ്തേഫാനോസ്. ആ പ്രസംഗം കഴിയുമ്പോൾ സ്തേഫാനോസ് കൊല്ലപ്പെടുകയാണ്. ശരിക്കും ഒരു പ്രസംഗം നടത്തിയാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ഒക്കുകയല്ല. ശരിക്കും പ്രസംഗിക്കാത്തത് കൊണ്ടൊക്കെയാണ് പിന്നെയും നമ്മളെ വിളിക്കുന്നത്. അപ്പോ ഏതായാലും ഞങ്ങൾ ആരും ശരിക്കും പ്രസംഗിക്കാൻ തയ്യാറല്ല. അതൊരു കുറ്റസമ്മതം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ പള്ളിയിലും ചെല്ലുമ്പോ പ്രസംഗിക്കുമ്പോ, ഇപ്പം
ഇവിടെ ഓൺലൈൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഒക്കെ ഓൺലൈനിന്റെ സമയത്ത് വളരെ പേടിയാണ്, ഉദാഹരണം പോലും പറയാനൊക്കത്തില്ല, കാരണം അവരിത് കേൾക്കുമോ എന്നുള്ള ആശങ്കയാണ്. ഞാൻ പറഞ്ഞത് ഒറ്റ പ്രസംഗം സ്തേഫാനോസ് തീരുകയാണ്. 7-ാം അധ്യായത്തിൽ പ്രസംഗിക്കുന്നു. 7-ാം അധ്യായത്തിന്റെ അവസാനമാകുമ്പോൾ സ്തേഫാനോസ് കൊല്ലപ്പെടുകയാണ്, രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. 8-ാം അധ്യായത്തിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ശൗൽ എന്ന് പറയുന്ന ഒരാളെയാണ്. സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ അതിന് സമ്മതം കൊടുത്ത, അതിന് അംഗീകാരം കൊടുത്ത ഒരു ഓഫീസറായി ശൗലിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഈ ഉപദ്രവം ഹേതുവായിട്ട് സഭയിലെ അംഗങ്ങളെല്ലാം നാനാഭാഗത്തേക്കും ചിതറിപ്പോയി. എന്നാൽ അപ്പോസ്തലന്മാർ യെരൂശലേമിൽ തന്നെയായിരുന്നു. അവർ തങ്ങളുടെ പ്രവർത്തനം യെരൂശലേം കേന്ദ്രമാക്കി തന്നെ നിർവഹിച്ചു. ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയപ്പോ ഫിലിപ്പോസ് സ്തേഫാനോസ് കഴിഞ്ഞാൽ 7 പേരിൽ രണ്ടാമത് ഉപയോഗിക്കുന്ന പേര് ഫിലിപ്പോസിന്റെ പേരാണ്. അപ്പൊ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഗണിക്കാം. അത് പിന്നീടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. മറ്റാരും അത്രയും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കാണുന്നില്ല. ഫിലിപ്പോസിന്റെ പ്രവർത്തന മേഖല ശമരിയയിലാണ്. ശമരിയയിലേക്ക് ദൈവത്തിന്റെ വചനവുമായിട്ട് ഫിലിപ്പോസ് കടന്നു ചെല്ലുകയാണ്. ശമരിയിൽ അത്ഭുതങ്ങൾ അരങ്ങേറുകയാണ്. ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? നേർച്ച വിളമ്പാൻ അല്ലെ? സുവിശേഷം ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേർച്ച വിളമ്പിയാ മതി എന്ന് പറഞ്ഞാൽ, പുറത്ത് അപ്പം വിളമ്പാനും വീതിച്ചു കൊടുക്കാനും വേണ്ടി മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരാളായ ഫിലിപ്പോസ് ഇപ്പോ സുവിശേഷം കൈയാളുകയാണ്. സുവിശേഷത്തിന്റെ വക്താവായിട്ട് മാറുകയാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, സ്തേഫാനോസിന്റെ തെരഞ്ഞെടുത്തത് അപ്പം വിളമ്പാനാണെങ്കിലും ഫിലിപ്പോസിന്റെ യോഗ്യത എന്ന് പറയുന്നത് വിശ്വാസവും പരിശുദ്ധാത്മാവുമുള്ള ഒരാൾക്ക് സുവിശേഷം പറയാതിരിക്കാൻ സാധ്യമല്ല. നമ്മളൊക്കെ സുവിശേഷം പറയാത്തതിന്റെ കാരണം എന്താ? പറയണ്ട. നമ്മളൊക്കെ ആരോടും ദൈവവചനം പറയാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾ ഇന്ന് ഒരുമിച്ച് നടന്നു വന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? സുവിശേഷം പറഞ്ഞില്ലല്ലോ. ക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ക്രിസ്തു നിങ്ങളുടെ സംസാരത്തിൽ വന്നില്ലല്ലോ. ക്രിസ്തു നിങ്ങളുടെ ചിന്തകളിൽ പോലും വന്നില്ലല്ലോ. നമുക്ക് പുതുപ്പള്ളി പോകണം, ധ്യാനത്തിൽ സംബന്ധിക്കണം, സഹതായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മീയത പള്ളിയിൽ വന്നു കഴിയുമ്പോഴാണ് രൂപപ്പെടുന്നത്. പള്ളിയിലാണ് ആത്മീയത ആരംഭിക്കുന്നത്. അല്ല, പിതാക്കന്മാര് പറയുന്നതനുസരിച്ച് പള്ളിയിലേക്ക് പോരാൻ ഒരുങ്ങുമ്പോൾ തൊട്ട് ആത്മീയത ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരങ്ങളിൽ ക്രിസ്തു വരുന്നില്ല. സുവിശേഷം പറയാൻ നമ്മെ കൊണ്ട് സാധ്യമാവുന്നില്ല. നമുക്ക് നമ്മുടെ സങ്കടങ്ങളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മകളാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ സംസാരങ്ങളെ മുന്തി നിൽക്കുന്നത്. ഞാനിത് പറയുന്നത്, ഇത് കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. ആത്മനിറവിലേക്കും ആത്മാലോചനയിലേക്കും നമ്മൾ വരേണ്ട നാളുകളാണ്. 2 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, എന്റെ ദുരിതങ്ങൾ, എന്റെ സങ്കടങ്ങൾ. 2, മറ്റുള്ളവരുടെ പോരായ്മകൾ. ഇതിൽ നിന്ന് നമുക്കൊന്ന് മാറാനൊക്കോ? ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സംസാരത്തിലേക്കും ഒരു വാക്കെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് പറയാനുള്ള ഒരു ആവേശം. ഞങ്ങളൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് പറയും. എപ്പോഴാണെന്നറിയോ? പുതുപ്പള്ളി ധ്യാനത്തിന് വിളിച്ച്, അല്ലെങ്കിൽ പള്ളി ആരാധന കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ സംസാരത്തിൽ ഇത് വരാറില്ലെന്നേ. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമല്ല ഇത് പറയുന്നത്, ഞങ്ങളുടെ സംസാരങ്ങളിലും ഇത് വരാറില്ല. ഒരു സ്വയ കുറ്റപ്പെടുത്തലോടെ ഞാൻ പറയും, ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റ് വിധത്തിൽ പറയാനായിട്ടുള്ളത്. ഞങ്ങളുമില്ല, നിങ്ങളുമില്ല. ക്രിസ്തു സംസാരം നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോവുക. വിശ്വാസവും ആത്മാവുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സുവിശേഷം പറയാതിരിക്കാൻ ഒക്കില്ല. മാത്രമല്ല, മറ്റൊരു കാരണം കൂടെ ഉണ്ട്. മേശയിലെ ശുശ്രൂഷയൊക്കെ തീർന്ന്. എന്തുകൊണ്ട്? സ്തേഫാനോസിന്റെ മരണം കഴിഞ്ഞപ്പോ പഴയതുപോലെ ആരാധിക്കാനോ ആരാധനയ്ക്ക് ശേഷം സ്നേഹവിരുന്ന് നടത്താനോ ഒന്നും പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭീകര അന്തരീക്ഷത്തിലേക്ക് യെരൂശലേം വന്നപ്പോ അവരവിടുന്ന് വിട്ടുപോവുകയാണ്. ശുശ്രൂഷയ്ക്ക് മാറ്റം വരികയാണ്. ശുശ്രൂഷ ശൈലിക്ക് മാറ്റം വരികയാണ്. ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന സുവിശേഷം പറഞ്ഞു. അപ്പൊ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ശമരിയയിൽ ആദ്യ സുവിശേഷം പറഞ്ഞത് ആരാ? ശമരിയക്കാരി സ്ത്രീയാണ്. വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യേശുവിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി പട്ടണത്തിൽ ചെന്നിട്ട്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുത്തനെ നിങ്ങൾ വന്നു കാണുവീൻ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് ആളുകൾ അവന്റെ അടുക്കൽ ചെന്നു. അവർ ശമരിയിൽ 2 ദിവസം
അവരുടെ കൂടെ താമസിക്കത്തക്ക രീതിയിൽ ക്രിസ്തുവിനെ നിർബന്ധിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ശമരിയക്കാരി പറഞ്ഞ ഒരു ക്രിസ്തു പരിചയം ആർക്കുണ്ട്? ശമരിയിലെ ആളുകൾക്കുണ്ട്. അവിടേക്ക് ചെല്ലുകയാണ് പീലിപ്പോസ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അനേകം ആളുകൾ വിശ്വസിച്ച് സ്നാനമേറ്റു. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം. അങ്ങനെ പഠിച്ചു പോയാൽ മനസ്സിൽ നിന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ 6, 7, 8 പറഞ്ഞു. 8-ാം അധ്യായത്തിൽ ശമരിയിലെ അടയാളം. അതിനിടയ്ക്ക് ശീമോൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ ആഭിചാരം ചെയ്യുന്ന ആളാണ്. അയാളും മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ അയാളും ക്രിസ്തു മാർഗത്തിലേക്ക് വരികയാണ്. ക്രിസ്തു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട് വിജാതീയ മാർഗം സ്വീകരിക്കുന്ന, വിജാതീയ മാർഗത്തിലൂടെ ആളുകളെ ഒന്നുകിൽ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ചെയ്തിരുന്ന ഒരാളാണ് ശീമോൻ. അയാളും മാനസാന്തരപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, ശമര്യയിലെ ദൈവവചനം കേട്ടുവെന്ന് യെരൂശലേമിലെ സഭ അറിഞ്ഞപ്പോൾ അവർ പത്രോസിനെ യോഹന്നാനെ ശമരിയയിൽ വിട്ടു. ശമരിയയിൽ ചെന്നിട്ട് അവര് ഈ മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയ ആളുകളെയൊക്കെ കണ്ടു, അവരോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവർ സ്നാനം കഴിച്ചിരുന്നുവെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ല. സ്നാനം കഴിച്ചിരുന്നുവെങ്കിലും പരിശുദ്ധാത്മാവില്ല. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു അതുല്യമായ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും ഒക്കെ അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളത്വമാണ് പരിശുദ്ധാത്മാവ്. നാളെ കഴിഞ്ഞ് നടക്കുന്ന പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഓരോ വാചകങ്ങളും കേൾക്കുമ്പോൾ എന്താണ് ഈ സംഭവം, എത്ര അതുല്യമായ, എത്ര മഹത്തരമായ അനുഭവമാണ് പറയുന്നത്. വളരെ പ്രായമുള്ള ഒരു ആന്റി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കാത്തത്. അവരൊരു ആത്മ അനുഭവമുള്ള ഒരു സ്ത്രീ ആയിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കില്ല എന്ന് അവർ പറഞ്ഞത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കും. ഒരു 10-20 വർഷം മുമ്പ് പറഞ്ഞ കാര്യം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇവർക്ക് വന്നിട്ടില്ല. അപ്പൊ എന്താ? സ്നാനം കഴിച്ചു, എന്ത് കിട്ടിയില്ല? ആത്മാവിനെ കിട്ടിയില്ല. അതെന്താണ് സ്നാനം കഴിച്ചിട്ട് ആത്മാവ് വരാത്തത്? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഘടന, പരിശുദ്ധാത്മാവിന്റെ വരവിന് ഒരു എന്തൊക്കെയോ നമ്മൾ കാണുന്ന രീതിക്കും ധാരണയ്ക്കും അപ്പുറം ചില അനുഭവങ്ങളുണ്ട്. പത്രോസ് യോഹന്നാനും അവിടെ വന്നിട്ട് ഈ സ്നാനപ്പെട്ട ആളുകളുടെ മേൽ കൈവച്ച്, അപ്പോൾ അവർക്ക് എന്ത് കിട്ടി? സ്നാനത്തിൽ കിട്ടാത്ത ആത്മാവ് കൈവെപ്പിലൂടെ കിട്ടി. അപ്പൊ എന്താണ് കാരണം? സ്നാനപ്പെടുത്തിയത് ആരാണ്? കൈവച്ചത് ആരാണ്? സ്നാനപ്പെടുത്തിയത് ഫിലിപ്പോസാണ്, കൈവച്ചത് പത്രോസും യോഹന്നാനുമാണ്. ഫിലിപ്പോസിന്റെ സ്നാനത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ തന്നെ ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല, കാരണം എനിക്ക് പേടിയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ. പരിശുദ്ധാത്മാവ് ഇന്ന പോലെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആളെ അല്ല, ഒരാളും. മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലൊക്കെയുള്ള ആരാധനയും സംവിധാനങ്ങളും കാണുമ്പോൾ നമ്മൾ ആരെയും വിമർശിക്കേണ്ട. അത് ആത്മാവാണെങ്കിൽ അവരാസ്വദിച്ചോട്ടെ, അവരനുഭവിച്ചോട്ടെ. നമ്മളിവിടെ നമുക്കില്ലതാനും അല്ല, നമ്മൾ അതിനെ വളർത്താൻ ശ്രമിക്കുന്നുമില്ല. എല്ലാവരുടെയും ഇടയിൽ എന്തെങ്കിലും കാണുമ്പോൾ അതിനെ കുറ്റം പറയുകയും ചെയ്യുന്നു. നമുക്കില്ലേ മറ്റുള്ളവർക്കുള്ളത് സഹിക്കാനും മേലാത്ത. അതുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ദൈവാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിനെ വിലയിരുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓരോരുത്തർക്കും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ആത്മാവ് നൽകുന്നത് ഓരോ തരത്തിലാണ്. അവനവന്റെ വിശ്വാസവും അവനവന്റെ സമർപ്പണവും അവനവൻ ഇത് കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മദാനം നൽകുക. പോട്ടെ, അപ്പൊ ഫിലിപ്പോസിന്റെ സ്നാനത്തിന് എന്തില്ല? ആത്മാവില്ല. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോ പരിശുദ്ധാത്മാവിനെ കിട്ടി. പിതാക്കന്മാരുടെ വിശദീകരണം ഇങ്ങനെയാണ്: ഫിലിപ്പോസ് ആരാണ്? ശമ്മാസനാണ്. ശമ്മാസന്റെ ചുമതല എന്താണ്? മേശയെങ്കിലെ ശുശ്രൂഷയാണ്. പൗരോഹിത്യത്തിലേക്ക് ആര് വന്നിട്ടില്ല? ശമ്മാസൻ വന്നിട്ടില്ല. ശമ്മാസൻ എന്നുള്ള വാക്കിന് ശുശ്രൂഷകൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ സ്തേഫാനോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശമ്മാസന്മാരാണ്. പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർ സ്നാനപ്പെടുത്തിയിട്ടും
ആത്മാവിനെ കിട്ടിയില്ല. എന്നാൽ പത്രോസ് ചെല്ലുമ്പോ, യോഹന്നാൻ ചെല്ലുമ്പോ കൈവച്ചാൽ എന്ത് കിട്ടും? ആത്മാവിനെ കിട്ടും. നമ്മൾ ഓർക്കേണ്ടതാണ്, സ്നാനപ്പെട്ടു ആത്മാവിനെ കിട്ടുന്നില്ല, കൈവെപ്പിൽ ആത്മാവിനെ കിട്ടുക. പൗരോഹിത്യത്തിന്റെ ഒരു ആധികാരികത അവിടെ വെളിപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുകയാണ്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം സംസാരിക്കുമ്പോൾ തന്നെ ആത്മാവ് അവരുടെ മേൽ വന്നു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. വേദപുസ്തകത്തിൽ പ്രധാനമായും അന്യഭാഷ പറയുന്നത് 2 ഇടത്താണ്. അതിലൊന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും, 2 അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ ഇടയിലേക്ക് ആത്മാവ് വരികയാണ്. എന്റെ ജനത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ വിജാതിയർക്ക് ആത്മാവിനെ കൊടുക്കുകയാണ്. കൊർന്നല്യോസ് പുറജാതിക്കാരനാണ്. അവന്റെ അടുക്കിലേക്ക് ആത്മാവ് കടന്നു ചെല്ലുക, അവന്റെ വീട്ടിലേക്ക് അവിടെ ഇരുന്ന് എല്ലാവർക്കും ആത്മാവിനെ കിട്ടുകയാണ്. അപ്പോ സ്നാനപ്പെട്ടിട്ട് ആത്മാവ് കിട്ടാത്തത്, കൈവെപ്പിലൂടെ ആത്മാവ് കിട്ടുന്നത്, പ്രസംഗത്തിലൂടെ ആത്മാവ് കിട്ടുന്നത്, ആത്മാവ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് കൊർന്നല്യോസിന്റെ വീട്ടിലുള്ളവർ സ്നാനപ്പെടുന്നത്. ഇങ്ങനെ നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥകൾക്കും ഒക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ആത്മദാനത്തെയാണ് നമ്മൾ കാണുന്നത്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ, മീൻ ചോദിച്ചാൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ കർത്താവ് സംബോധന ചെയ്യുന്നത് എങ്ങനെയാന്ന്? ചൊവ്വില്ലാത്ത എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ദോഷികളായ നിങ്ങൾ കുറവുള്ളവരും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ചെയ്യുന്നവരുമാണെങ്കിലും നിങ്ങളുടെ മക്കള് ചോദിച്ചാൽ, കാക്കയ്ക്കും എന്ന് പറഞ്ഞതുപോലെ മക്കള് ചോദിച്ചാൽ അത് അതേ അർത്ഥത്തിൽ ചോദിക്കുന്നത് കൊടുക്കും. ഇന്ന് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമാണ്, സ്കൂൾ തുറന്ന സമയമാണ്. എന്തെല്ലാം നിബന്ധനകളാണ് മക്കൾ പാവപ്പെട്ട മാതാപിതാക്കളുടെ മുമ്പിൽ വെക്കുന്നത്. ഗതികേടുകാരന്റെ മക്കൾ പോലും പറയുന്നത് ബ്രാൻഡഡ് ബാഗ് വേണമെന്ന്, അല്ലെ? ബാഗ് എങ്ങനെ ആയിരിക്കണം? ഇന്ന കമ്പനിയുടെ. ഷർട്ടിങ് ഇപ്പൊ യൂണിഫോം ആയതുകൊണ്ട് അതിൽ വലിയ നിർബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കും, നല്ലതാ. യേശു പറയാ, ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നമ്മൾ ഇതുവരെ ചോദിക്കാത്തതല്ലേ, നമ്മൾ ഇതുവരെ ആഗ്രഹിക്കാത്തതല്ലേ? പരിശുദ്ധാത്മാവ് ദാനത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ സംഘം. പ്രത്യേകിച്ച് സഭാ മക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ, സഭ എല്ലാവരും മക്കളാണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം എല്ലാവരും സഭാ മക്കളാണ്. അത്യാവശ്യം വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരു പശ്ചാത്തലമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രസംഗം നീണ്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ശമരിയയിലെ പ്രവർത്തനങ്ങൾ, പത്രോസും യോഹന്നാനും വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് അവർ പരിശുദ്ധാത്മ നിറവുള്ളവരായി തീർന്നു. അപ്പൊ ശീമോൻ, നമ്മൾ നേരത്തെ കണ്ട ആഭിചാരം കൊണ്ട് നടന്ന ശീമോൻ, ആഭിചാരം കൊണ്ട് ജനത്തെ മുഴുവൻ വശത്താക്കിയിരുന്ന ശീമോൻ, പത്രോസ് യോഹന്നാനും കൈവച്ചപ്പോ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിക്കുന്നത് കണ്ടിട്ട് ശീമോൻ ചോദിക്കുന്നുണ്ട്, എന്നാ വേണമെന്ന് വെച്ചാൽ തരാം, എനിക്കൂടെ ശകലം. ഞാൻ ആരുടെ മേലെങ്കിലും കൈവച്ചാൽ ഈ പരിശുദ്ധാത്മദാനം കിട്ടത്തക്ക രീതിയിൽ എനിക്കൂടെ ഈ നൽവരം തരാമോ എന്ന് ശീമോൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നീയും നിന്റെ പണവും ഒരുപോലെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ഒരു ശാപം അവിടെ അവന് ലഭ്യമാകുന്നുണ്ട്. ശമരിയയിലെ ശുശ്രൂഷ സമാപിച്ചു. ശമരിയയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നാം വായിച്ച വാക്യം ഇതാണ്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് യെരൂശലേമിൽ നിന്ന്, നീ തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള വഴി, നിർജ്ജന വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. ഞാൻ ഈ വാക്യം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഫിലിപ്പോസ് ശമരിയ മുഴുവൻ അടിച്ചു പൊളിച്ചു, അല്ലേ? ഗംഭീര ശുശ്രൂഷ. ശമരിയ ഇളകി. ശമരിയയിലെ ആളുകൾ മാനസാന്തരപ്പെട്ടു. ഈ ശമരിയരാരാന്നറിയാവോ? ഒട്ടും കുറഞ്ഞവരല്ല. യാക്കോബിന്റെ മക്കളിൽപ്പെട്ട 10 ഗോത്രക്കാരെയാണ് ശമരിയർ എന്ന് പറയുക. അവര് ശമരിയക്കാരി സ്ത്രീ അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ്. അവർ ഗെരിസീം മലയിൽ ആരാധിക്കുന്നവരാണ്. അവർ മെസ്സിഹായെ കാത്തിരിക്കുന്നവരാണ്. അവർ യഹൂദന്മാരുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്.
ഒരു തരത്തിലും യഹൂദന്മാരും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ലല്ലോ എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശമര്യയിൽ ചെന്ന ന്യായപ്രമാണം അറിയാവുന്ന ശമര്യയിലെ ആളുകളുടെ അടുക്കൽ ചെന്ന ഫിലിപ്പോസ് ഇത്രയും ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഫിലിപ്പോസിന് കിട്ടുന്ന അടുത്ത നിയോഗം, ഇനി നീ എങ്ങോട്ട് പോകൂ? ഗസ്സയ്ക്കുള്ള നിർജ്ജന വഴിയിലൂടെ. ഈ സുവിശേഷം പറയാൻ പോകുന്നവൻ എവിടെ പോണം? ആളുള്ളിടത്ത് പോണം അല്ലേ? നിർജ്ജന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യനില്ലാത്ത, ആരും ഇല്ലാത്ത ഗസ്സയ്ക്കുള്ള വഴിയുടെ പ്രത്യേകത, ആ വഴിയിലൂടെ ഒരു മനുഷ്യന് യാത്ര ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി ഉണ്ടാകാവുന്ന ജനസഞ്ചയം, ആൾക്കൂട്ടം ഒന്നും അവിടെ ഇല്ല. അപ്പോ സുവിശേഷം പ്രസംഗിച്ച ശമരിയയെ ഇളക്കി മറിച്ച ഫിലിപ്പോസിന് കിട്ടിയ നിയോഗം എന്ന് പറയുന്നത് ഗസ്സയ്ക്കുള്ള നിർജ്ജന വഴിയിലൂടെ. ഞാനായിരുന്നു ചോദിച്ചത്, അവിടെ പോയിട്ട് ആരോട് എന്തോ പറയാനാ? ഈ മനുഷ്യന് മനസ്സിലാകാത്ത ചില നിയോഗങ്ങൾ, ഇതാണ് എൻ്റെ ഒന്നാമത്തെ വിഷയം. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില നിയോഗങ്ങൾ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും അല്ലെ? അവിടെ പോയിട്ട് ആരോട് പറയും? യോനായ്ക്ക് എന്നാ പറ്റി? യോന കാണിച്ചത് നമ്മളൊക്കെ പറയും യോനായെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. യോന ഒരു പ്രവാചകനാണ്, പരിശുദ്ധന്മാരുടെ നിരയിലുള്ള ആളാണ്. ഒരുപോലെ ഇങ്ങും മാറി യൗനാൻ എന്നാണ് 3 നോയമ്പ് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെ നമ്മൾ പരിശുദ്ധനായിട്ട്, പത്രോസ് തള്ളി പറഞ്ഞാലും പത്രോസ് പരിശുദ്ധനല്ലേ എന്ന് പറഞ്ഞതുപോലെ യോന പരിശുദ്ധനാണ്. യോനായ്ക്ക് എന്താ പറ്റിയത്? നീ നിനവയിലേക്ക് പോക. യോന ആലോചിച്ചപ്പം ഏതാണ് നല്ലത്? തർസോസിലേക്ക്. നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ ആലോചനയാണ്. ദൈവം പറയുന്നു ഇന്നിടത്ത് പോകാൻ, യോന തീരുമാനിക്കുന്നു ഇന്നിടത്ത് പോകാൻ. എന്നിട്ട് ദൈവം വളച്ചു പിടിച്ച് അവനെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരു കാര്യം, എത്ര ഉദാഹരണമാണ് വേദപുസ്തകത്തിലുള്ളത്. ദൈവം പറയുന്നിടത്ത് നിൽക്കാതെ വഴിമാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയോ. മോശയോട് പോലും ദൈവം ആവശ്യപ്പെടുന്നു, നീ മിസ്രയീമിലേക്ക് ചെല്ല്. എങ്ങോട്ടാ ചെല്ലുന്നത്? മിസ്രയീമിലേക്ക്. എന്താ മിസ്രയീമിന്റെ പ്രത്യേകത? 40 വർഷം മുമ്പ് അവിടെ ഒരുത്തിനെ തല്ലിക്കൊന്നിട്ട് താൻ പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട്, അതിനേക്കാൾ കൊട്ടാരത്തിന്റെ സൗഭാഗ്യങ്ങളെക്കാൾ വനാന്തരങ്ങളിലൂടെയുള്ള ഗതികേടിന്റെ യാത്രയാണ് നല്ലതെന്ന് തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ചവനാണ് മോശ. അവനെ തിരിച്ചുവിടുന്നത് എങ്ങോട്ടാണ്? കൊട്ടാരത്തിലേക്ക് ചെല്ലാനാണ് പറയുന്നത്. എന്നാ? കൊല്ലപ്പെടേണ്ട, അല്ലെങ്കിൽ അവൻ എവിടുന്നാണോ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത് അവിടേക്ക് മോശ എന്തെല്ലാം തടസ്സങ്ങൾ പറഞ്ഞു, ഏതെല്ലാം തരത്തിൽ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കി. സഹോദരങ്ങളെ, ദൈവത്തിന്റെ നിയോഗം മനുഷ്യന് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. ഒരു സമ്മർദ്ദത്തിന്റെയും നിർബന്ധത്തിന്റെയും പുറത്താണ് മോശ മിസ്രയീമിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷെ അത് പിന്നീട് എന്ത് അത്ഭുതമായി മാറി എന്നുള്ളത് നമുക്കറിയാം. ശമര്യയിലെ ആൾക്കൂട്ടത്തോട് ദൈവവചനം സംസാരിച്ച ഫിലിപ്പോസിനോട് പിന്നീട് പറയുന്നത്, നീ നിർജ്ജന ദേശത്തേക്ക്, ആളില്ലാത്തിടത്തേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിന്റെ ബുദ്ധിയിൽ തോന്നേണ്ട ചില കാര്യങ്ങളുണ്ട്, മാനുഷികമായ ബുദ്ധിയിൽ. പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? ഫിലിപ്പോസ് ഇവിടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ദൈവബന്ധത്തിൽ ചരിക്കുന്ന ഒരുവന് അത്യാവശ്യം, ഇത് വിശ്വാസത്തിന്റെ തലമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസവും ആത്മാവും. വിശ്വാസത്തിന്റെ തലത്തിൽ യാത്ര ചെയ്യുന്നവനെ, ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ പാടും, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ, അതാര് പറഞ്ഞതാ? ആരാ പറഞ്ഞത്? ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ച് യേശു മാർത്തയോട് പറഞ്ഞതാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? വിശ്വാസത്തിന്റെ തലത്തിൽ എന്തില്ല? ക്വസ്റ്റ്യൻ ഇല്ല. എങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിർജ്ജന ദേശത്തേക്കാണ് പോകുന്നത്. ജനമില്ലാത്തിടത്തേക്ക്, സാധ്യതകൾ ഇല്ലാത്തിടത്തേക്ക്, എനിക്കൊന്നും ചെയ്യാനില്ലാത്തിടത്തേക്ക് എന്നെ വിടുമ്പോ ഞാൻ എന്തിനാണ് അവിടേക്ക് പോകുക? ഫോർ വാട്ട്? എന്തിനാ ഞാൻ അവിടേക്ക് പോകുന്നു എന്നൊരു ചോദ്യമില്ല. സഹോദരങ്ങളെ, നിയോഗങ്ങളിൽ, ദൈവ നിയോഗങ്ങളിൽ എന്തില്ല? ക്വസ്റ്റ്യൻ ഇല്ല. ഇതിന് ചേരുന്ന മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാൻ സ്നാപക യോഹന്നാന്റെ പ്രവർത്തനങ്ങൾ എവിടെ ആയിരുന്നു? നിർജ്ജന ദേശത്തായിരുന്നു. യോഹന്നാൻ ആളില്ലാത്തിടത്തൂടെ ഇങ്ങനെ നടന്നു. യോഹന്നാന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു വഴിമാറിയ സ്വഭാവമാണ്, വേറിട്ട ജനനം. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടായില്ല. 2, ഉദരത്തിൽ വെച്ച് തന്നെ
ആത്മാവ് കൊണ്ട് നിറഞ്ഞ്. 3, ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരുത്തന്റെ മകൻ ദേവാലയ ബന്ധത്തിലായിരിക്കണം ജീവിതം കഴിക്കുക. അതും നടന്നില്ല. അവന്റെ വസ്ത്രമൊന്നും പുരോഹിതന് ചേരുന്നതായിരുന്നില്ല. അവൻ ദേവാലയ ബന്ധത്തിലല്ല, മരുഭൂമി ബന്ധത്തിലാണ് യാത്ര ചെയ്തത്. നിർജ്ജന ദേശത്തേക്ക് യോഹന്നാൻ യാത്രയായി. യോഹന്നാൻ പോയിടത്തേക്ക് ആര് വന്നു? ജനം വന്നു. നിർജ്ജന ദേശത്തെ ജനസഞ്ചയമാക്കുന്ന യോഹന്നാൻ. ഈ പാമ്പാടി കുന്നുപുറമൊക്കെ അങ്ങനെയാണ്. പൊത്തമ്പുറം നിർജ്ജന ദേശത്തെ, പരുമല അങ്ങനെയാണ്. നിർജ്ജന ദേശത്തെ ജനസഞ്ചയമാക്കുന്ന ചില അവര് പോയി ആരും ഇല്ലാത്തടത്ത് പോയിരിക്കും. അവരെ തേടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ? ഒരു ആശ്വാസത്തിന്, ഒരു സമാധാനത്തിന്. അതായത് ജനങ്ങളുടെ ഇടയിൽ പാർക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് വിരാമം തേടി ജനമില്ലാത്തടത്തിരിക്കുന്ന ആളുകളെ കാത്തു ചെല്ലുന്ന, തേടി ചെല്ലുന്ന കുറെ ആളുകൾ. പാമ്പാടിക്ക് ഇപ്പൊ നടന്നു പോകുന്നു, വണ്ടി പോകുന്നു, ആഴ്ചയിലൊന്ന് പോകുന്നു, മാസത്തിലൊന്ന് പോകുന്നു. ജനമില്ലാത്തടത്തേക്ക് ചില ആളുകൾ ചെല്ലുമ്പോൾ അത് ജനസഞ്ചയമായിട്ട് മാറുകയാണ്. നമ്മളും കണ്ടെത്തേണ്ടത് ഇതാണ്. ഈ ജനങ്ങളുടെ ഇടയിൽ പാർത്തിട്ട് ഒരല്പസമയം യേശു ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, വേറിട്ട് വന്ന അല്പം ആശ്വസിച്ചുകൊള്ളു. നമ്മൾ ഇന്ന് 24 മണിക്കൂർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പെടാപ്പാടുകളിൽ നട്ടം തിരിയുകയാണ്. ഒരു മാറ്റം, ഒരു അതിൽ നിന്ന് വേറിട്ടുള്ള ഒരു അനുഭവം നമ്മൾ ആരും തേടാറില്ല. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ജനമില്ലാത്തിടത്തൂടെ യാത്ര ചെയ്തു. യോഹന്നാനെ തേടി ജനം വന്നു. തേടി വന്ന ജനത്തോട് പറഞ്ഞ വാക്കെന്ന് പറയുന്നത്, മര്യാദ കെട്ട സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചിട്ടാണ്. അങ്ങനെ യോഹന്നാൻ പറയുന്ന വാക്ക് മര്യാദകേടിന്റെ വാക്കായിട്ട് പോലും ജനം യോഹന്നാന്റെ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞിട്ട്, ഞാൻ എന്താ, എന്റെ പണി പട്ടാളത്ത് ജോലിയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരതിക്രമവും നീ കാണിക്കരുത്. എന്റെ പണി ചുങ്കം പിരിവാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്നോട് പറഞ്ഞിട്ടുള്ളതിലധികം ഒന്നും സക്കായി കാണിച്ച പണി കാണിക്കരുതെന്നായി പറയുന്നത്. നിന്നോട് പറഞ്ഞിട്ടുള്ളതിലധികം നീ പിരിക്കരുത്. അപ്പോ യോഹന്നാനെ തേടി ജനം ചെന്നു എന്നല്ല, സഞ്ചയമാക്കിയ ആ സ്ഥലത്തെ മാറ്റി എന്നുള്ളതല്ല. ജനം പരുക്കനായ യോഹന്നാന്റെ പ്രതികരണത്തിന് വേണ്ടി, വാക്കുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത ഇതാണ്. വിശ്വാസ ജീവിതത്തിൽ എന്തില്ല? യുക്തിക്ക് യാതൊരു സാധ്യതയില്ല. നമ്മളൊക്കെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്നവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ബുദ്ധിയുടെയും യുക്തിയുടെയും അതിപ്രസരമാണ്. AI ആണ് ഇന്നെല്ലാം നിയന്ത്രിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒരല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അറിയാൻ മേലാത്തവർ പഠിപ്പിച്ചാൽ ഉള്ള അറിവും കൂടെ നഷ്ടപ്പെടും. ഒരു വിശ്വാസിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാത്തവരാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവൻ അവിശ്വാസിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പയ്യൻ 2.5 വയസ്സ് പ്രായമുള്ളപ്പോ അവനൊരു വീടിന്റെ 2ാം നിലയിൽ നിൽക്കുമ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം വലിയ പുകപടലങ്ങളുമായി ഇങ്ങനെ ആർത്തിരമ്പുമ്പോ അവന്റെ അപ്പൻ താഴെ നിന്നിട്ട് പറഞ്ഞു, മോനെ ചാടിക്കൂ, പപ്പ താഴെയുണ്ടെന്ന് പറഞ്ഞു. പപ്പായെ വ്യക്തമായിട്ട് കാണാനൊന്നും മേല. അവനെടുത്തൊരു ചാട്ടം. പപ്പ അവനെ ഇങ്ങനെ പിടിച്ച് താഴെ ഇറക്കി. ഈ പയ്യന് 7 വയസ്സായി. ഇനിയത്തെ ഊഹമാണ്. 7 വയസ്സായപ്പോ ഇതുപോലൊരു തീപിടുത്തം ഉണ്ടായി. പപ്പ താഴെ നിന്നിട്ട് പറഞ്ഞു, അവനെ ചാടിക്കോന്ന്. അവൻ പറഞ്ഞു, ചുമ്മാ നിന്ന് വർത്താനം പറയാതെ പോയി ഏണി എടുത്തോണ്ട്. എന്താ പറ്റിയേ? ഇവന് പ്രായമായതാ കുറ്റം? പ്രായമായതാ കുറ്റം അല്ല, അവന്റെ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ ആലോചിച്ചപ്പോ, ഈ എന്നെ പിടിക്കാനുള്ള ശേഷി, ഞാൻ ചാടിയിട്ട് മാറിപ്പോയാലോ, ഞാൻ ചാടിയിട്ട് കയ്യിലില്ല കിട്ടാതെ വന്നാലോ, ഇനി ഈ പപ്പായിക്ക് എന്നെ പിടിക്കാനുള്ള ശേഷി ഇല്ലാതെ വന്നാലോ. ഇതാണ് വിശ്വാസത്തിൽ നിന്ന്
ബുദ്ധിയിലേക്കുള്ള മാറ്റം. 2.5 വയസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? എൻ്റെ അപ്പനെന്നുള്ള ചിന്ത. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്, പക്ഷെ വളരെ വിശാലാണ്. ഒരു പോറല് പോലും ഏക്കാതെ എന്നെ സംരക്ഷിക്കുവാൻ എൻ്റെ അപ്പനെ കൊണ്ട് സാധിക്കും. അല്ല, എനിക്കൊരു ദോഷം വരുന്ന ഒരു കാര്യവും നീ ചാടിക്കോ എന്നപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ദോഷം വരാതെ നോക്കുവാൻ അവൻ മതിയാൻ. അതുകൊണ്ട് ഈ പാട്ട്, ദോഷമായിട്ടൊന്നും എന്നോ, ഇതൊക്കെ വിശ്വാസത്തിന്റെ തലമാണ്. ഈ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോ കോരിത്തരിപ്പിക്കുന്ന ആത്മീക അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് മാറിയ എനിക്ക് അവിടെ ഒരു സംശയം തോന്നുന്നത്, പത്രോസ് യേശു കടലിന്റെ മേളിൽ നടക്കുന്നത് കണ്ടിട്ട് പത്രോസ് യേശുവിനോട് പറഞ്ഞു, എനിക്കും നടക്കണം. നിങ്ങൾ ആലോചിച്ചേ, ഈ എനിക്കും നടക്കണമെന്ന് പത്രോസ് പറയുന്ന സമയത്ത് പത്രോസിൽ വർക്ക് ചെയ്തത് അഹങ്കാരാണോ, സ്വാർത്ഥതയാണോ, ബുദ്ധിയാണോ, വിശ്വാസമാണോ, അത്യാഗ്രഹമാണോ? ഏത് ഭാവമാണ്? ഏത് ഭാവമാണ്? നിങ്ങൾ ആലോചിച്ചാൽ മതി, പറയണ്ട. പത്രോസ് ആയതുകൊണ്ട് അച്ചോ എങ്ങനെ പറയും എന്ന് വിചാരിക്കണ്ട. സംഭവിച്ചത് എന്താണെന്നറിയാമോ? യേശു നടക്കുന്നത് കണ്ടപ്പോ പത്രോസ് വെള്ളത്തിന്റെ ഡെൻസിറ്റി മറന്നുപോയി. വെള്ളത്തിൽ മേളിൽ കൂടെ ക്രിസ്തു നടക്കുന്നത് കണ്ടപ്പോ പത്രോസ് ആരെ മാത്രം നോക്കിയേ? യേശുവിനെ മാത്രം. വെള്ളത്തിന്റെ മേളിൽ നടന്നു വരുന്ന ശിഷ്യന്മാര് ഭയപ്പെട്ട് ഇത് ഭൂതമാണെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഭൂതമല്ല, ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോ ഉടനെ പത്രോസ് പറഞ്ഞു, നീയാണോ? എന്നാൽ എനിക്ക് നടക്കണം. നിനക്ക് എന്താണോ പറ്റുന്നത് അതെനിക്കും പറ്റും എന്നുള്ള വിശ്വാസത്തിന്റെ തലത്തിലാണ് പത്രോസ് ഒരു ചുവട് വെച്ചത്. പക്ഷെ രണ്ടാമത്തെ ചുവട് വന്നപ്പോ പത്രോസിന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. വിശ്വാസം കൊണ്ട് തുടങ്ങുകയാണ്, പക്ഷേ ബുദ്ധിയിലെത്തിയപ്പോ താഴെപ്പോ. അവിടെയാണ് ക്രിസ്തു കൈ കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു നേർച്ച വിളമ്പാൻ നിൽക്കുന്നവൻ പോലും ആരായിരിക്കണം? ഒരു വിശ്വാസിയായിരിക്കണം. പക്ഷെ നമുക്കാർക്കും ഇല്ലാതെ പോകുന്ന ഈ ഒരു കോൺഫിഡൻസ്, ഈ ഒരു ബോധ്യം വേദപുസ്തകം നമ്മളെ തുറച്ചു നോക്കുകയാണ്. വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും നമ്മെ ചോദ്യം ചെയ്യുകയാണ്. ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലൂടെ പോവുക എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിനെ തെല്ലും ഈ ചിന്ത ബാധിക്കുന്നില്ല. അവൻ ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലൂടെ യാത്ര ചെയ്യുക. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു പാസേജ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അവൻ കുറെ ദൂരം നടന്നു. ആ വഴിയിൽ ആരില്ല, ആളില്ല, ട്രാഫിക് പ്രോബ്ലം ഒന്നുമില്ല. ഒരു മനുഷ്യനും സാധാരണഗതിയിൽ യാത്ര ചെയ്യാത്ത, അല്ലെങ്കിൽ അത്ര ആൾത്തിരക്കില്ലാത്ത ഒരു സ്ഥലത്തും കൂടെ പോകുമ്പോ അവൻ കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോ അവനൊരു തേര് കാണുകയാണ്. ആ തേരിലിരിക്കുന്നത് എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിന്റെയും മേൽ വിചാരകനായിരിക്കുന്ന ഹൈ പൊസിഷനുള്ള അവളുടെ ഒഫീഷ്യലാണ്. തേര് കാണുന്നുണ്ട്. നീ നിർജ്ജന വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു. ആ പോക്കിൽ ഒരു തേര് കാണുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ തേര് പോട്ടെ എന്നുള്ള വിചാരത്തിൽ നിൽക്കുമ്പോ ആത്മാവ് ഫിലിപ്പോസിനോട് നിർജ്ജന വഴിയിലേക്ക് പോകാൻ പറഞ്ഞ അതേ ആത്മാവ് ഫിലിപ്പോസിനോട് പറയാണ്, നീ തേരിനോട് ചേർന്ന് നടക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞു, ആത്മ നടത്തിപ്പെന്ന് പറയുന്നത് യേശു പറഞ്ഞില്ലേ, നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ്, അന്ന് ആത്മാവ് വന്നിട്ടില്ല കേട്ടോ, പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ പഠിപ്പിക്കും. ആത്മാവിന്റെ ആലോചന കണ്ടോ? നമ്മളൊക്കെ നാക്കെടുത്ത് വലത്തോട്ട് വെച്ച അബദ്ധം അല്ലേ? എന്താ പറ്റുന്നത്? നാക്കയിൽ എഴുതിയതിന്റെ കുഴപ്പം. നാക്കെ ഗുളികനാന്ന് ചിലർ പറയും. ആത്മ നടത്തിപ്പില്ലാത്തതാണ്. നിങ്ങളുടെ വാക്കുപ്പിനാൽ രുചി വരുത്തിയതാവട്ടെ എന്നൊക്കെ പറയുന്ന ക്രിസ്തുവിന്റെ വാചകങ്ങളെ നിങ്ങൾ യേശു പറഞ്ഞ വാക്കുകൾ നോക്കിക്കുക. എത്ര മനോഹരായിട്ടാണ് യേശു പറയുന്നത്. എത്ര സുന്ദരമായ വാക്കുകളാ അവൻ പറഞ്ഞത് കേട്ടിട്ടില്ല. ഒരു സ്ത്രീ പറഞ്ഞ്, പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞ്, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത്. യേശുവിന്റെ വാക്ക് കേട്ടിട്ട് അവർക്ക് സഹിക്കാനൊക്കുന്നില്ല. നമ്മുടെ വാക്കുകളോ? നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ, ഈ ആത്മാവിന്റെ ആലോചനയിലൊന്ന് പറയാനൊക്കോ? ഇതാ ആത്മാവ് നടത്തുകയാണ്. ആത്മാവാം വഴികാട്ടി എന്നൊരു പാട്ടുണ്ടല്ലേ? ആത്മാവ് നടത്തുകയാണ്, നീ തേരിനോട് ചേർന്ന് നടക്കുക. ഇവിടെ ഫിലിപ്പോസിനൊരു ഓപ്ഷനും ഇല്ല. ആത്മാവിനെ അനുസരിച്ച് തേരിനോട് ചേർന്ന് നടക്കുക. തേരിലിരിക്കുന്ന ആളെ നോക്കി
തേരിലിരിക്കുന്ന ആള് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എവിടെ പോയതാ? യെരൂശലേമിൽ പോയതാ. എന്തിനു പോയതാ? നമസ്കരിക്കാൻ പോയത്. നമസ്കരിക്കുക എന്നുള്ള വാക്കാണ്. യെരൂശലേമിൽ നമസ്കരിക്കാൻ പോയവൻ തിരിച്ചു പോകുമ്പോ തേരിലിരുന്ന് തിരുവചനം വായിക്കുന്നു. അതും എന്നെ അത്ഭുതപ്പെടുത്തി. പുതുപ്പള്ളിപ്പള്ളിയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം നമ്മളാരും വേദപുസ്തകം വായിക്കാറില്ല, വേദപുസ്തകം കൊണ്ടുപോകാറില്ല. വേദപുസ്തകത്തിന്റെ ആവശ്യമില്ലല്ലോ ആരാധനയ്ക്ക്. നമ്മളാരും കുർബാനക്രമം കൊണ്ടുപോകാറില്ല, വായിക്കാറില്ല. എന്നാൽ ഇത് തിരിച്ചു പോകുമ്പോ ആരാധന കഴിഞ്ഞ്, നമ്മുടെയൊക്കെ പരിപാടി എന്താ? കുർബാന കഴിഞ്ഞാൽ പിന്നെ എന്തും, നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്തു, കുമ്പസാരിച്ചേച്ച് വരുക. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നത്, നമ്മൾ ചില നിയന്ത്രണങ്ങൾ അപ് ടു എവിടെയാ, അടുത്ത ഒരു കുർബാന അനുഭവം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാകാം, പിന്നെ സർവ്വ സ്വാതന്ത്ര്യമാണ്. കുർബാന വരെ ഇറുക്കി പിടിച്ചുകൊണ്ടിരുന്ന, നോമ്പ് തീരുന്നത് വരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ പിന്നെ പൊട്ടി തകരുകയാണ്. ഇതാ പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവൻ നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ അവൻ തേരിലിരുന്ന വേദപുസ്തകം വായിക്കുക, തിരുവചനം വായിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ആത്മാവിന്റെ പൊരുത്തം നോക്കിക്കേ. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ടൻ പ്രവർത്തിക്കുന്നത് മൊബൈൽ ഫോണിന്റെ കാലഘട്ടത്തിൽ പോലും ഫിലിപ്പോസിന് തിരിച്ചറിയാൻ ഒക്കത്തില്ല, അല്ലേ? എങ്ങനെ അറിയും? അല്ലെങ്കിൽ അവൻ SMS അയക്കണം. അവൻ തേരിലിരുന്ന യാത്ര ചെയ്യുന്നത് ഇന്നയാളാണെന്നോ, അവൻ ചെയ്യുന്നത് ഇന്ന, ഈ കോയിൻസൈഡിങ് എന്ന് പറയും, അത്ഭുതകരമായ ഒരു കോയിൻസൈഡിങ്. അവന്റെ വായിക്കുന്നവന്റെ മനസ്സെന്താണോ ആ മനസ്സറിഞ്ഞ് ദൈവം ഫിലിപ്പോസിനെ അവന്റെ അടുത്തേക്ക് വിടുന്ന അത്ഭുതകരമായ ശൈലി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യം അറിഞ്ഞ് ദൈവം നമ്മെ സഹായിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമാണ്. ഞാൻ അത് സാധാരണ എങ്ങും പറഞ്ഞിട്ടുള്ളതല്ല. ഒരുപക്ഷെ അതൊരു ചെറിയ കാര്യമാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ സാഹചര്യവും മനസ്സും അറിഞ്ഞ് ഒരാൾ കൃത്യസമയത്ത് സഹായിക്കാൻ വന്നാൽ നമ്മൾ പറയും, ഓ ദൈവം എത്ര വലിയവനാണ്. ഞാന് ഒരു 20 വർഷം മുമ്പ് എറണാകുളത്ത് പാലാരിവട്ടം പള്ളിയിൽ കൺവെൻഷന് പോവാ. അന്ന് ബൈക്കാണ്. ഞാനൊരു 1.25 ലക്ഷം കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. കൺവെൻഷന് പോകുമ്പോൾ അവിടുത്തെ ടൈമിംഗ്, ഞാൻ 5 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. പാലാരിവട്ടവും കോട്ടയവും ഒക്കെ ഏതാണ്ട് ഒരു ടൈമിങ്ങിന് യാതൊരു വ്യത്യാസമില്ല. 7 മണിക്ക് പ്രസംഗം തുടങ്ങണം. എനിക്കൊരു ധാരണയുണ്ട്, 7-നൊക്കെ എത്താനുള്ള ശേഷി എനിക്കുണ്ട്. 2 മണിക്കൂർ മതി. പിന്നെ ബൈക്ക് ആയതുകൊണ്ട് 1 മണിക്കൂർ 50 മിനിറ്റ് മതി. പക്ഷെ പെട്രോൾ അല്പം കുറവാണ്. ഞാന് തണ്ണീർമുക്കം ബണ്ട് വഴി NH ഇറങ്ങി ഉള്ള നേരത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് പോയി. തണ്ണീർമുക്കം ബണ്ടിന്റെ ആ വളവെത്തിയപ്പോ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഒരു കാട് പ്രദേശം. ഇന്നത് കാടാ, അന്നത് എന്താന്ന് ഊഹിക്കാം. എന്റെ പെട്രോൾ തീർന്നു. എന്റെ സകല ശേഷിയും ശേമുഷിയും തണ്ണീർമുക്കം ബണ്ടില് ഒലിച്ചുപോയി. ഞാൻ വളരെ നിസ്സഹായനായി. ഒന്ന് ഈ ചില ആളുകളൊക്കെ വണ്ടി കുലുക്കുന്നതും ഒന്ന് എടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് അടുത്ത പമ്പ് വരെ പെട്രോൾ പമ്പിൽ കയറ്റിയാൽ മതി, അത്രയ്ക്ക് മൈലേജ് ഉള്ള വണ്ടിയാ, പൊക്കോളും. പക്ഷേ ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോൾ എതിരെ ഒരു സ്കൂട്ടറിൽ 2 പേര് വന്നു. കയ്യിൽ ഒക്കെ എടുത്തിട്ടാണ്, നാട്ടുകാരാണ്. എന്താ വെച്ചാ ഞാൻ പറഞ്ഞു പെട്രോള് തീർന്നു. ഉടനെ അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തരുവാണ് ഒരു കുപ്പിക്കകത്ത് പെട്രോൾ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ ഒക്കുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു. സാധാരണഗതിയിൽ പെട്രോളുമായിട്ട് ഒരു കുപ്പിയിൽ ആള് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞത് വളരെ അപൂർവമാണ്, അത്യപൂർവമാണ്. അതും തണ്ണീർമുക്കം ബണ്ടിന്റെ അതുവഴി പെട്രോളുമായിട്ട് വരും. ഞാനിങ്ങനെ നമ്മൾ ഈ പിച്ച് നോക്കുമല്ലോ, ഇത് ഞാൻ തന്നെയാണോ എന്ന അവിശ്വസനീയമാണ്. ഒരു തരത്തിലും ഞാനിതെങ്ങും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ അത്ഭുതകരമായൊരു വിഷയം, ഈ കോയിൻസൈഡ്, നമ്മൾ എന്താണോ, എന്തിനെ കുറിച്ചാണോ ഭാരപ്പെടുന്നത്, എത്രമാത്രം തകർന്നാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏത് സാഹചര്യമാണെന്നറിഞ്ഞ്, അതുകൊണ്ട് ഈ പെട്രോൾ കൊണ്ട് തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം അങ്ങനെയൊന്നും പറഞ്ഞ് ഞാനൊരു സാക്ഷ്യം പറയുന്ന ഒരു തരത്തിലല്ല. പക്ഷെ നമുക്ക് അത്ഭുതം തോന്നും, എടാ ഇത്രയും എന്നെ കുറിച്ച് ദൈവം മനസ്സിലാക്കുന്നു.
ഇത്രയും ദൈവം എന്നെ കുറിച്ച് അറിയുന്നു എന്നുള്ളത്. ഷണ്ടൻ ഇരുന്ന് വായിക്കുന്ന വേദപുസ്തക ഭാഗം, അല്ലെങ്കിൽ ഷണ്ടൻ ഈ തേരിലിരുന്ന് വേദപുസ്തകം വായിക്കുകയാണെന്നുള്ളത് ഫിലിപ്പോസിന് ഗ്രഹിച്ചറിയാൻ ഒരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കെ ഗസ്സയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞത് ഒരു അബദ്ധമെന്ന് നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ? തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഷണ്ടൻ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പെരുന്നാൾ കഴിഞ്ഞു പോകുന്നവൻ വേദപുസ്തകം വായിക്കുന്നു. പെരുന്നാളിന് പോകുമ്പോഴും പെരുന്നാൾ കഴിഞ്ഞു പോകുമ്പോഴും വേദചിന്തകൾ മനസ്സിനെ വ്യാപരിക്കും. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ഏവൻഗേലിയോ വായനയുണ്ടല്ലേ. നമ്മൾ ആരും വലിയ ഗൗരവം കൊടുക്കാത്തൊരു വിഷയം. സഭ ഗൗരവം കൊടുക്കുന്നുണ്ട്. 2 തിരിയൊക്കെ കത്തിച്ച് പിടിച്ചിട്ട് ധൂപക്കുറ്റി വീശിക്കൊണ്ട് അച്ഛൻ ഹൈമിനിക്ക് അത്ര നേരം ഇടാത്ത ഹൈമിനിക്ക് അംശവസ്ത്രം ധരിച്ചിട്ടാണ് അച്ഛൻ വേദപുസ്തകം വായിക്കും. ഇത് അച്ഛന്മാർക്കും ജനത്തിനും ഇതേക്കുറിച്ചൊരു ഗൗരവം ഉണ്ടാകാനാ. നമ്മൾ വീട്ടിൽ വായിക്കുമ്പോൾ ഹൈമിനിക്ക് ഇടുന്നില്ലല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വീട്ടിൽ വായിക്കുമ്പോൾ കറുത്തൂപ്പായ ഇടുന്നില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നമ്മൾ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ വായിക്കുമ്പോൾ ഇടുന്നില്ലല്ലോ. ഈ ശുശ്രൂഷകളിലെ ഏവൻഗേലിയോ ഭാഗത്തിനുള്ള അതുല്യമായ സ്ഥാനം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വേറെ ഒരു ഭാഗത്തും അങ്ങനെ ഹൈമിനിക്ക ഇടാതെ ഈ ഭാഗത്ത് മാത്രം ഹൈമിനിക്ക ഇടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഈ വേദചിന്ത ആർക്കുള്ളതാണ്? ചത്ത് കിടക്കുന്ന ആൾക്കുള്ളതല്ല. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാക്യവും ഈ മനുഷ്യനുമായിട്ടല്ല ബന്ധം, കേൾക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഏത് അതുകൊണ്ടാണ് ഈ അച്ഛന്മാര് ശുശ്രൂഷ ഏവൻഗേലിയം വായിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് കാണിക്കുക. പറഞ്ഞാൽ ഒരു അനൗചിത്യം ആ സമയത്ത് തോന്നുവോ എന്നുള്ളത് കൊണ്ട് കൈകൊണ്ട് ആക്ഷൻ കാണിക്കും. നമ്മുടെ ആളുകൾ എഴുന്നേക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിലുള്ള അറിയാൻ മേലാത്ത ആളുകൾ ആരെങ്കിലും കല്യാണത്തിനൊക്കെ അവരും എഴുന്നേക്കും. ഏവൻഗേലിയം സുവിശേഷം എന്ന് പറയുന്നത് പകർന്നു നൽകുന്ന ഒരു ശക്തിയുണ്ട്. അതിലൊരു വിശ്വാസത്തിന്റെ തലമുണ്ട്. ക്രിസ്തുവിന്റെ നാവിൽ നിന്ന് കേൾക്കുകയാണ്. ബാക്കി പ്രാർത്ഥനകൾക്കൊന്നും അതുമായിട്ട് യാതൊരു, അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാനൊക്കില്ല. നമ്മള് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം അത് ആര് പഠിപ്പിച്ചു? ക്രിസ്തു. ഇങ്ങനെ നിങ്ങൾ ഇപ്രകാരം ഈ വണ്ണൊന്നൊരിടത്ത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാണ് മറ്റൊരിടത്ത് പറയുന്നതാ. ഇപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നിങ്ങളൊന്ന് ശീലിച്ചു നോക്കുക. യാത്രകളിലൊക്കെ മനസ്സിൽ എന്ത് ചൊല്ലുക? സ്വർഗസ്ഥനായ. ഇത്രയും കരുത്തുള്ള, ഇത്രയും ശക്തമായൊരു പ്രാർത്ഥന. ഇപ്പോ ഏവൻഗേലിയോന്റെ ഒരു സന്ദേശം ഇതാണ്. നാം നിർവഹിക്കുന്നത് മരണപ്പെട്ട ഒരാളെ അടക്കുക, ഒരാളുടെ കല്യാണം നടത്തുക, ഒരു തൈലാഭിഷേകം നടത്തുക. പക്ഷേ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നു. സുവിശേഷം വരുമ്പോ ബി അലർട്ട്. അതാണ് ശുശ്രൂഷക്കാരൻ പറയുന്നത്. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവികൾ. ഇവിടെ അടക്കം എന്നുള്ള വാക്കിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ശുശ്രൂഷക്കാരൻ ഇപ്പൊ പറഞ്ഞ അടക്കം. 2 മരിച്ചു കഴിയുമ്പോൾ ഒരാളെ പലർക്കും അടക്കം വരണമെങ്കിൽ അടക്കം നടക്കണം. അടക്കം നടക്കുന്നത് വരെ അടക്കം വരാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ക്ഷണമാണ്. ഇത്രയും ഗൗരവമുള്ള സംഭവമാണ് അരങ്ങേറുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ദൈവത്തിന്റെ വചനം വായിക്കാനും കേൾക്കാനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കാനും ശ്രമിക്കുക. നിന്റെ മനസ്സ് ആരറിയും? ദൈവം അറിയും. വേദപുസ്തകം വായിക്കുന്നവന്റെ, തിരുവചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവന്റെ, തിരുവചനം ധ്യാനിക്കുന്നവൻ, നിങ്ങൾക്ക് ആരും സഹായം വേണ്ട. ഞാൻ പറയാം നിങ്ങളോട്, ഒരു ഭാഗം നിങ്ങൾ 10 പ്രാവശ്യം വായിച്ചാൽ മതി. ഇന്ന് നമ്മൾ കാണുന്ന വേദ പണ്ഡിതന്മാർ, ഡോക്ടറേറ്റ് ഉള്ളവരെക്കാൾ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് അറിവ്. പത്രോസിന് എന്തില്ലായിരുന്നു? ഒരു ഡിഗ്രി ഇല്ലായിരുന്നു. ആത്മാവ് കൊടുത്ത അറിവാണ് നിങ്ങൾക്ക് വേണ്ടിയത്. ഇനി നിങ്ങളാരും വേദശാസ്ത്രം, നിങ്ങളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു 60 വയസ്സിന് മേൽ പ്രായമുള്ളവരാരും ഇനി ഒരു കോഴ്സും വേദശാസ്ത്രം പഠിക്കാൻ പോകണ്ട. നിങ്ങൾ തന്നെ വായിക്ക്. ആത്മാവ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഇതാ വേദപുസ്തകം വായിക്കുന്ന, നിഷ്കളങ്കമായി വേദപുസ്തകം വായിക്കുന്നവന്റെ മനസ്സ് ദൈവം കണ്ടിട്ട് അവന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ശമരിയ ഇളക്കി മറിച്ചവനോട് പറയാണ്, നീ ഗസ്സയ്ക്കുള്ള നിർജ്ജന വഴിയിലൂടെ പോകും. ഇത് പറയുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു വേദഭാഗം, അനന്യാസേ, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ തൊൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ഇരിക്കുന്ന
ശൗൽ എന്ന ഒരുത്തനെ പോയി കാണുക. അനന്യാസാര പുരോഹിതനാ. അനന്യാസ് ഉടനെ, ദൈവത്തിന്റെ പുരോഹിതനാണ് അനന്യാസ്, ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അനന്യാസ് ഉടനെ ഈ അരുളപ്പാടിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാ: നിനക്കറിയാൻ മേലേ അവൻ യെരുസലേമിൽ എന്താ ചെയ്തതെന്ന്? നിനക്കറിയാൻ മേലേ അവൻ ദമസ്കോസിലുള്ളവരെ പിടിച്ചു കെട്ടാൻ വേണ്ടി ചോദിക്കുന്ന കണ്ടോ? ദൈവത്തിന്റെ പുരോഹിതൻ ഒരു ചോദ്യവുമായിട്ട് നിൽക്കുക. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസ് ചോദിക്കുന്നത്: നീ അയച്ചിരിക്കുന്ന ഈ ഇഴജന്തു നാൽക്കാലി, ഇതിനെ ഒന്നും ഞാൻ തിന്നാറില്ല, നീ എന്നോടെന്താ ഇത് തിന്നാൻ പറയുന്നത്? നീ അറുത്ത് തിന്നുക എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്, ഞാൻ തിന്നാറില്ലല്ലോ എന്ന് പത്രോസിന്റെ പ്രതികരണം. ഇത് ഫിലിപ്പോസിന് ചോദ്യമില്ല, തേരിനോട് ചേർന്ന് ഫിലിപ്പോസ് നടക്കുക. ഉടനെ തേരിലിരിക്കുന്നവൻ വായിക്കുന്നു യെശയ്യാ പ്രവചനം. ഷണ്ടൻ ഫിലിപ്പോസിനെ തേരിലേക്ക് ക്ഷണിച്ചു. വഴിയിലൂടെ നടന്നു പോയവൻ ഇപ്പൊ എവിടെ ഇരിക്കുന്ന? തേരിലിരിക്കുന്നു. തേരിലിരുന്ന് ഷണ്ടൻ വായിക്കുന്ന ഭാഗം ഫിലിപ്പോസ് ശ്രദ്ധിച്ചു. അറുപ്പാനുള്ള ആടിനെ പോലെ എന്നൊക്കെ പറയുന്ന ഭാഗം. ഫിലിപ്പോസ് ഉടനെ ഷണ്ടനോട് ചോദിച്ചു: നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഷണ്ടൻ പറഞ്ഞു: ഇല്ല, ഓർത്തഡോക്സുകാർ വായിക്കുന്ന പോലെയാ, ഒന്നും മനസ്സിലാവുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക് ഈ വേദപുസ്തകം പഠിക്കാനൊരു താല്പര്യം പോരാ അല്ലേ? നമ്മൾ വായിക്കുന്ന ഒരു ചടങ്ങ് പോലെ വായിച്ചു തീർക്കുമല്ലേ? നിങ്ങൾ ഇന്നലെ സന്ധ്യയ്ക്കും വേദപുസ്തകം വായിച്ചില്ലേ? വായിച്ചത് ഗ്രഹിച്ചോ? ഒന്നുകൂടെ വായിച്ചാലും ഒരു കുഴപ്പവും ഇല്ല. വേദപുസ്തകത്തിന്റെ പ്രത്യേകത ആദ്യ വായനയിൽ മനസ്സിലാകുന്നത് പോലെയല്ല രണ്ടാമത്തെ വായന. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ 10 പ്രാവശ്യം നിങ്ങൾ ഒരു പാസേജ് 10 പ്രാവശ്യം വായിക്കും. നിങ്ങൾക്കിങ്ങനെ, നമ്മൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കിയാൽ ആദ്യം നോക്കുമ്പോൾ മഞ്ഞ കളറ്, പിന്നെ എല്ലാ കളറും ഇങ്ങനെ മാറി എന്ന് പറഞ്ഞതുപോലെയാണ് വേദപുസ്തകത്തിന്റെ ഒരു പോക്ക്. അങ്ങനെയാണ്. പോട്ടെ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് തീർക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മ നടത്തിപ്പ് നിങ്ങൾ നോക്കിക്കേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നവന്റെ അടുത്തേക്ക് ഫിലിപ്പോസിനെ എത്തിക്കാൻ ദൈവം കൊടുത്ത വഴിയാണിത്. ഫിലിപ്പോസ് ഷണ്ടനോട് ചോദിച്ചു: നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു? പറഞ്ഞ ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും? അന്നേരം ഇത് എന്തൊരു ഓപ്പണിംഗ് ആന്ന് നോക്കി. നമ്മളൊരു അവസരത്തിന് വേണ്ടി ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിച്ച് നിൽക്കുന്നത് പോലെ ഒന്നുമല്ല. ഇത് വളരെ കൃത്യമായി ഷണ്ടൻ ഫിലിപ്പോസിന്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. എന്തിന്? ദൈവവചനം സംസാരിക്കാനുള്ള അവസരം ഫിലിപ്പോസിനുണ്ടാക്കി കൊടുക്കുകയാണ്. ശമരിയയിൽ പ്രസംഗിച്ച ആളുകളോട് പ്രസംഗിച്ചവൻ ഇപ്പോ ഒരാളോട് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് തയ്യാറാണ്. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ശക്തമായിട്ട് നടക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ഫേസ് ടു ഫേസ്. പ്രസംഗകരോട് ഇങ്ങനെ പറയും. പ്രസംഗകരിങ്ങനെ പറയുമല്ല, ഇങ്ങനെ ചിന്തിക്കണം. ഇരിക്കുന്ന ആളുകളുടെ കണ്ണിലായിരിക്കണം പ്രസംഗകന്റെ കണ്ണ്, എങ്കിലേ പ്രസംഗത്തിന് ജീവൻ ഉണ്ടാകത്തുള്ളൂ. ഞാൻ നേരെ പടിഞ്ഞാറ് വശത്തെ കൽക്കുരിശെ നോക്കി പ്രസംഗിച്ചാൽ നിങ്ങൾ ഓർക്കും, ഈ അച്ഛൻ ഇത് ആരോടാ? വേറെ ആരാണ്ടോട് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ ജീവൻ അവിടെയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ആളുകൾ അലേർട്ടാകുന്നത് അങ്ങനെയാണ്. മൈൻഡ് ടു മൈൻഡ്, ഫേസ് ടു ഫേസ്, വ്യക്തിപരമായ ഒരു പ്രസംഗമാണ്. വ്യക്തിപരമായി പറയുമ്പോൾ കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ആയിരങ്ങളോടോ 100 കണക്കിന് ആളുകളോടോ സംസാരിച്ചാൽ കിട്ടുകയില്ല. ഫിലിപ്പോസ് ഷണ്ടനോട് വ്യക്തിപരമായി സുവിശേഷം പറഞ്ഞ് കുറെ ദൂരെ എത്തിയപ്പോ, വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോ ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു: ഞാൻ സ്നാനപ്പെടുന്നത് നിനക്ക്? എവിടെ വരെ എത്തിയ കാര്യങ്ങൾ? ഞാൻ സ്നാനപ്പെടുന്നത്, യഹൂദനാണ്, നമസ്കരിക്കാൻ വന്നവനാണ്, എത്യോപ്യ രാജ്ഞിയുടെ എല്ലാ സമ്പത്തിന്റെയും മേൽവിചാരകനാണ്. അവൻ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്: ഞാൻ സ്നാനപ്പെടുന്നത് നിനക്ക് സമ്മതമോ? ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. അവന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസ് അവന്റെ വഴിയിൽ നിന്ന് മാറുക. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സഭയാണ് എത്യോപ്യൻ സഭ. എത്യോപ്യൻ സഭ അവരുടെ കാവൽ പിതാവായിട്ട് കാണുന്നത് ഈ ഷണ്ടനെയാണ്. പോയത് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ. മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ സ്ഥാപിച്ച സഭയിൽ ഉള്ളതിനേക്കാൾ
എത്രയോ മടങ്ങ് ആളുകളാണ് എത്യോപ്യൻ സഭയിലുള്ളത്. അതിൻ്റെ തുടക്കം ഈ ഷണ്ടനാണ്. ഈ ഷണ്ടനെ ശിഷ്യപ്പെടുത്തിയ, ക്രിസ്തുവിലാക്കിയ പീലിപ്പോസിനെ അയച്ചത് എങ്ങോട്ടുള്ള വഴിയില? നിർജ്ജന വഴിയില. യേശു പഠിപ്പിച്ച ഒരു ഉപമയുണ്ട്. ദൈവരാജ്യത്തിന്റെ ഉപമകൾ പറഞ്ഞപ്പോൾ ഒരു ഉപമ ഇങ്ങനെ പറഞ്ഞു: വയലിൽ ഒളിച്ചു വെച്ച നിധി. ഒരു മനുഷ്യൻ തനിക്കുള്ള സകലതും വിറ്റിട്ട് അത് സ്വന്തമാക്കി. കാരണം അയാൾക്കറിയായിരുന്നു ഇതിനകത്ത് എന്തുണ്ടെന്ന്, നിധിയുണ്ട്, ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ദൈവത്തിന്റെ വഴി. അത് മനസ്സിലാക്കിയവർ ഇപ്പോഴാണ് പീലിപ്പോസിന് പോലും എടാ ഇതായിരുന്നല്ലോ എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്ന് പീലിപ്പോസ് പോലും മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കും. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. നമ്മളൊക്കെ ഇപ്പോൾ ഏത് സ്റ്റാറ്റസ്, ഏത് അവസ്ഥയിലാണ് ഇരിക്കുക? ഈ അവസ്ഥയിൽ ചോദ്യം ചെയ്യാതെ അവന്റെ ആത്മാവിന് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, നമ്മൾ അനുഭവിക്കുന്ന വേദനകളെ, സങ്കടങ്ങളെ ചോദ്യം ചെയ്യാതെ. എന്നാലും എന്നോട് ഇങ്ങനെ, ഇതൊന്നുമില്ല. വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തില്ല? ചോദ്യങ്ങളില്ല. ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ എന്ത് കാണും? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം. അത് ഒളിഞ്ഞിരിക്കുന്നതാണ്. അത് അവന് മാത്രം അറിയാവുന്നതാണ്. അത് പീലിപ്പോസിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ഈ നിധി പീലിപ്പോസിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അതിന് വേണ്ടത് ഒരിക്കലും പീലിപ്പോസിന് മനസ്സിലാകാത്ത വഴിയിലൂടെ അവനെ നടത്തുകയാണ്. നമുക്കൊക്കെ മനസ്സിലാകാത്ത വഴിയിലൂടെയാകാം ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ ആ വഴിയിൽ ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്ന അനന്തമായ സാധ്യതകളുണ്ട്. അതൊരു നിധി ഒളിച്ചു വെക്കപ്പെട്ട വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇന്നിന്റെ വേദനകളെ, ഇന്നിന്റെ നിരാശയെ നാളത്തെ ആഘോഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഈ സമയം അത്രയും കരുതിയ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ശ്രദ്ധയോടെ പങ്കെടുത്ത നിങ്ങളോടുള്ള സന്തോഷം അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അത് പീലിപ്പോസിലൂടെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചത്. ആത്മ നടത്തിപ്പിനായി ആഗ്രഹിക്കുക. അടുത്ത ആഴ്ചത്തെ ശുശ്രൂഷ എല്ലാവരും പറയും, ഓ ബെന്തിക്കോസിയ എപ്പോ തീരും? ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇതാ ചോദിക്കുന്നത്, കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴാ? 4-5 മണിക്കൂർ ഈ കണ്ട കുമ്പെല്ലാം ഇട്ട് എല്ലാം ഭയങ്കര, അവൻ ഇതുപോലെ മരിക്കേണ്ടി വന്നല്ലോ. അമ്മ കരഞ്ഞതിനേക്കാൾ വലിയ സങ്കടത്തിൽ കരഞ്ഞിട്ട് 2:45 അടുത്തുള്ള പള്ളിയിലെല്ലാം വിളിച്ച്, എപ്പ തീർന്നായിരുന്നു? ഞങ്ങളുടേത് ഒന്നും പറയാതിരിക്കുക ഭേദം. നമ്മൾ വെറും കഞ്ഞി ക്രിസ്ത്യാനികളാണ്. നമ്മൾ വെറും ഇതിനകത്ത് വലിയ സമയമുണ്ടോ? ആരാധന എൻജോയ് ചെയ്യുന്നവൻ എന്തില്ല? സമയമില്ല. യഹോവേ, നിന്റെ സന്നിധി കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ എല്ലാം മറക്കുകയല്ലേ? അവനോട് ചേർന്നിരിക്കുകയല്ലേ? സഹോദരങ്ങളെ, അടുത്ത ആഴ്ച പരിശുദ്ധാന, എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ബെന്തിക്കോസിയുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഹൃദയപൂർവ്വം പങ്കെടുക്കണം. ഓരോ പ്രാർത്ഥനകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. കല്യാണം കഴിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ, അവർ അതിനു മുമ്പ് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ പറയും, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ എത്രമാത്രം അതിനകത്ത് മനസ്സ് കൊടുക്കുന്നോ അത്ര അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഫോട്ടോഗ്രാഫർ അവിടെ കാണും, മുമ്പിൽ അച്ഛൻ കാണും, സൈഡിൽ ഗായക സംഘം കാണും. ഈ ഭയങ്കര സംഭവങ്ങളും ആരവങ്ങളും ഒക്കെയാ. ആരാധനാ സമയത്ത് ഇത് നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. നിങ്ങളൊരു കുരിശ് വരയ്ക്കുന്നത് അച്ഛൻ കൈ കാണിച്ചിട്ടോ തോഴ്മ നിൽക്കുന്നയാൾ തോണ്ടിയിട്ടോ അല്ല. ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചൊരു കുരിശ് വരച്ചാൽ ആ കുരിശിന്റെ കരുത്ത്, ആ കുരിശിന്റെ അനുഗ്രഹം വളരെ വലുതാണ്. അടുത്ത ആഴ്ചത്തെ ശുശ്രൂഷയിൽ ദൈർഘ്യമുള്ളതാണ്. ഒരു വാക്കുപോലും വെട്ടിക്കുറയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആണ്ടിലൊരിക്കലല്ലേ? അതുകൊണ്ട് ഒന്ന് വിടുന്നതിനോട് ഓരോ വാക്കിലും ഈ ആത്മനിറവ് പ്രാപിക്കാൻ. കാരണം നമുക്ക് ആവശ്യമാണ്. എൻ്റെ ആവശ്യം അതാണ്. ഈ ആത്മനിറവ് പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു വികാസം, എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ഒരു സൗഖ്യം, എൻ്റെ ആത്മാവിനുണ്ടാകുന്ന ഒരു നിറവ് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ആത്മനിറവ്. എന്താ യേശു പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര അശക്തരാണ്. നിനക്ക് ശക്തി പകരാനാണ് ഈ ആത്മാവിനെ തരുന്നത്. ആ നിറവാണ് ഈ ശുശ്രൂഷയിലൂടെ ആർജിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ന് അച്ഛന്മാരോട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛനോടും ഈ ചുമതലക്കാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.